ഇത് ഞങ്ങൾ ഈ വന്നേക്കുന്നത് കുരിയച്ചൻ്റെ ഇടയിലാണ് കേട്ടോ. ഇവിടെ വെള്ളിയാഴ്ച ദിവസം നല്ല തിരക്കാണ്. ഇപ്പോൾ അക്ഷതയും തുത്തും കൂടി ബണ്ണെടുക്കാനുള്ള പോക്കാണ്. ഇവർ ആദ്യം ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം കിട്ടിയില്ല. അത് കാരണം പിന്നെ ബണ്ണെടുക്കാമെന്ന് പറഞ്ഞ് രണ്ടും കൂടി ചെന്നാണ്. അങ്ങനെ ബണ്ണും എടുത്ത് കോപ്പിക്കോയ മിഠായി എന്തോ ഉണ്ടായിരുന്നു അതും എടുത്തോട്ടെ. ശരിക്കും പറഞ്ഞാൽ അക്ഷതയുടെ ലക്ഷ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, ബണ്ണെടുക്കുക. ഞങ്ങളൊന്ന് വർഷങ്ങൾക്ക് ശേഷം ബ്യൂട്ടി പാർലറിൽ പോണേണേ. കുറേ നാളായി ഞാൻ ത്രെഡ് ചെയ്തിട്ട് കൊച്ചിൻ്റെ 56ൻ്റെ തലേ ദിവസം പോയി ചെയ്താണ്. ഇപ്പോൾ ഭഗീരഥം പിള്ളയായിട്ടിരിക്കണേ കേട്ടോ. വളർന്ന് കാട് പോലെ ആയിട്ട് ത്രെഡ് ചെയ്യാൻ പോകണം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് വിശാൽ വരെയും പോകണമായിരുന്നു. അതുകൊണ്ട് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പാർലറിൽ വെച്ച് അക്ഷതയും കുഞ്ഞും കൂടി കാണിക്കണേനെ. അപ്പോൾ ത്രെഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വശപ്പശക തോന്നിയായിരുന്നു കേട്ടോ. ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ പിടുത്തം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇത് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പിരിവൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാരണം നിർത്തി. ആ ഒറ്റപ്പിരിവായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ട് അവിടുത്തെ ഓണർ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു. നന്നായിട്ട് ചെയ്തു തരും ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വിശാലിൽ വന്നു. വിശാലിൽ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. എന്നിട്ട് ഒരു ഷർട്ട് മാത്രമാണ് എടുത്തത്. പണ്ടത്തെ അത്ര കളക്ഷൻ ഇല്ലായിരുന്നു ഇവിടുത്തെ വിശാലിൽ കേട്ടോ. അതായത് നമ്മുടെ ചുള്ളിക്കലുള്ളത്. അപ്പം അക്ഷിത മിക്കപ്പോഴും പോണത് നമ്മുടെ എവിടെയായിരുന്നു, പള്ളൂരുത്തിയിലുള്ള വിശാലിലാണ്. അതവിടെ കിടക്കട്ടേന്ന്. അപ്പം ഞാൻ ഈ എടുത്ത ടോപ്പ് അനശ്വരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വിശാലിനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കുരിയച്ചൻ്റെ ഇടയിലാണ് കേട്ടോ. വെള്ളിയാഴ്ച കാരണം കുരിയച്ചൻ്റെ ഇടയിൽ ബണ്ണ് കിട്ടുമെന്ന് പറഞ്ഞ് അക്ഷിത ഇടി ഉണ്ടാക്കണേ കേട്ടോ. ബണ്ണ് ഫുഡ് എന്ന് പറഞ്ഞ് കരയണമായിരുന്നു. അപ്പോൾ ബണ്ണും ഉണ്ണിയപ്പം ഉണ്ടായി. ഉണ്ണിയപ്പം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഇടി കഴിഞ്ഞു. അപ്പോൾ ചെന്നപ്പോൾ ബണ്ണും തീർന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബണ്ണെടുത്തുകൊണ്ട് വന്നുണ്ട്. വേണ്ട ഒരെണ്ണം എനിക്ക് തട്ടിപ്പറിക്കണം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മഹേഷിൻ്റെ കടയിൽ പോയിട്ട് നമ്മുടെ TD സ്കൂളിൻ്റെ അടുത്തുള്ള മഹേഷിൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെ കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. അത് തന്നെയല്ല ഫുഡ് തീർന്നു. പിന്നെ ഏതായിരുന്നു അറബിക്ക അങ്ങോട്ട് പോയി. അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് നമ്മളൊരു അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അൽഫാം മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കൊച്ചുള്ള കാരണം കഴിക്കാൻ ഇച്ചിരി ടാസ്ക്കായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് തുത്തു കൊച്ചിനെടുത്തിട്ട് എന്നിട്ട് ആണ് ഞാൻ കംപ്ലീറ്റ് കഴിച്ചത്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞു. പാവം ഞാൻ കഴിയുമ്പോഴാണല്ലോ ഈശ്വര ഞാൻ കഴിക്കണത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ട്രിവാൻഡ്രം പോകണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അക്ഷതയുടെയും തുത്തുവിൻ്റെയും കാക്കരിച്ചി നടവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസായിരുന്നു. ഒരു ലാസ്റ്റ് വന്നിട്ട് തല്ലുപിടിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. നമ്മളിപ്പോൾ ഇതാ വീഡിയോ തുത്തു ഒറ്റക്ക് കളിച്ചോളാം പറഞ്ഞിട്ട് കളിക്കണേ കേട്ടോ. ഇതാണ് കളിച്ചോടാ. പരിശ്രമിച്ചിടുകിലെന്തിനേയും വശത്താക്കാൻ കഴിവുള്ള വണ്ണം. കളിച്ചോ. ഇത് ഏത് ഡാൻസാണെന്ന് നിങ്ങൾക്ക് ആക്കരിച്ച് നാടകമാണത്. അത്തിപ്പഴം കൊത്തി തിന്നു തത്തമ്മ. കൊത്തി തിന്നു തത്തമ്മ. അപ്പോൾ ഇതിൻ്റെ ഡാൻസും ബേക്കുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ.